ഇപ്പോൾ കലോത്സവത്തിനുള്ള കപ്പ് അത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ളൊരു സ്വീകരണമാണ് ഇപ്പോൾ കപ്പിനവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ കിരീടത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പ് തന്നെയായിരുന്നു. വിജിൻ വായന്തോട് ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വിജിൻ, അങ്ങനെ കപ്പ് അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. സ്വർണ്ണക്കപ്പ് അത് തിരുവനന്തപുരം അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വിജിൻ, കപ്പ് എത്തിയിരിക്കുകയാണ്. ഈ കപ്പിനായുള്ള വലിയ തരത്തിലുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. വലിയ സ്വീകരണം ഒരുക്കി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 31-നാണ് കാസർഗോഡ് നിന്നും സ്വർണ്ണക്കപ്പ് അതവിടെ നിന്നും പുറപ്പെട്ടത്. സ്വർണ്ണക്കപ്പിനായി വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ്, വരവേറ്റുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്നപ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കപ്പ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ വാഹനജാഥയ്ക്ക് വരുന്ന വഴിയിലുടനീളം വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിർത്തിയിലേക്ക് എത്തിച്ചേർന്ന സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകുകയാണ്. നിലമേൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വർണ്ണ കിരീടം തിരുവനന്തപുരം ജില്ലയ്ക്ക് കൈമാറുന്നത്. ആറ്റിങ്ങൽ MLA ആയിട്ടുള്ള OS അംബിക കിരീടം ഏറ്റുവാങ്ങും. MLA മാരായിട്ടുള്ള വി ജോയിയും IB സതീഷ് എന്നിവർ ഒക്കെ തന്നെ ഇതിനെ സ്വീകരിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. വിജിൻ വായന്തോടെ ചേരുകയാണ്. വിജിൻ, അങ്ങനെ കപ്പ് എത്തിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള സ്വീകരണം നൽകുകയാണ്. അതിന് വലിയ ആവേശത്തിൽ സ്വർണ്ണക്കപ്പിനെ തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. OS അംബിക ആണ് ഈ കപ്പ് ഏറ്റുവാങ്ങിയത്. നിലമേൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അതിർത്തി കടത്തിവിട്ടു. MLA മാരായ വി ജോയി, IB സതീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്വീകരിച്ച് ഘോഷയാത്രയായി തൊട്ടടുത്ത തട്ടത്തുമല സ്കൂളിലേക്ക് എത്തിക്കും. തട്ടത്തുമല സ്കൂളിലെ ആഘോഷപൂർവ്വം വരവേറ്റ് കിളിമാനൂരിലേക്ക് പോകും. അങ്ങനെ മറ്റ് 17 കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഈ സ്വർണ്ണക്കപ്പ് പ്രയാണം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുക. എന്തായാലും വലിയ ആവേശത്തിൽ വിദ്യാർത്ഥികൾ ബാൻഡ് മേളങ്ങളുടെയും അതുപോലെ തന്നെ വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെയാണ് ഇപ്പോൾ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി ഇതാ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അതിർത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ആവേശകരമായ നിമിഷങ്ങൾ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ ആഘോഷത്തിൽ സ്വർണ്ണക്കപ്പിനെ ആനയിച്ച് ഏറ്റുവാങ്ങി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ MDയുടെയും നിലയുടെയും പേരിട്ട സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കപ്പെത്തുന്നതോടുകൂടി കലോത്സവത്തിന്റെ എല്ലാ ആരവങ്ങളും ആഘോഷങ്ങളും ആരംഭിക്കും. വലിയ ആവേശത്തിലായിരിക്കും ഇനിയുള്ള 5 നാളുകൾ. തിരുവനന്തപുരം നഗരം കലോത്സവത്തെ ഏറ്റെടുത്ത് വലിയ ആരവമാക്കി ആഘോഷമാക്കി മാറ്റുക. എന്തായാലും ഇപ്പോൾ വാഴോടിലെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിൽ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുന്നു. അതിനെ സ്വീകരിച്ച് ഏറ്റുവാങ്ങി ആനയിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിലമേലിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയായ നിലമേലിലെ വിദ്യാർത്ഥികളാണ് ഈ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം അതിർത്തി കടത്തിവിട്ടത്. ഒപ്പം തന്നെ ആറ്റിങ്ങൽ MLA OS അംബിക കപ്പ് ഏറ്റുവാങ്ങി. MLA മാരായ വി ജോയി, IB സതീഷ് തുടങ്ങിയവർ ഒക്കെ ചേർന്ന് ഇതിനെ സ്വീകരിച്ച് ആനയിച്ചിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് ആവേശം നൽകുന്ന കാഴ്ച. ഇനിയുള്ള രാപ്പകലുകളെല്ലാം തിരുവനന്തപുരം നഗരത്തിന് വലിയ ആഘോഷമാക്കി മാറ്റാൻ കലോത്സവത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ ആരവങ്ങൾ ഒക്കെ ശരി. എന്തായാലും സ്വർണ്ണക്കപ്പ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്.